Download now. CC Learning app. ഹായ് ഹലോ വെൽക്കം ടു സി സി ബാങ്ക്. സി സി ബാങ്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പ്രശാന്ത്. അപ്പോൾ നമ്മളിനി CSEBയുടെ എക്സാമൊക്കെ ഒന്ന് രണ്ട് ഫേസ് കഴിഞ്ഞു അല്ലേ, ഒന്ന് രണ്ട് എക്സാമുകളൊക്കെ കഴിഞ്ഞു. ഇനി അടുത്തൊരു എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനായിരിക്കും നിങ്ങളെന്ന് എനിക്കറിയാം. നമുക്ക് കഴിഞ്ഞ എക്സാമിന് ചോദിച്ച കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്ക് ഒന്ന് സംസാരിക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഇതാ ഇന്നൊരു വീഡിയോ. അപ്പോൾ നോക്കാം, നമുക്ക് അധികം ലേറ്റ് ആവാതെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, നമുക്ക് നമ്മളെ CSEBയുടെ ആപ്പിനെ പറ്റി ജസ്റ്റ് ഒന്ന് പറയാം. CSEBയുടെ ലേണിംഗ് ആപ്പ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള, അതായത് പിന്നെ PSCയുടെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് എഡ്യൂക്കേഷൻ ബന്ധപ്പെട്ട സെറ്റ് നെറ്റ് പോലുള്ളതായിക്കോട്ടെ, അല്ലെങ്കിൽ LP UP കേട്ടറ്റ്, അങ്ങനെയുള്ള എല്ലാം RRB പോലുള്ള എല്ലാ എക്സാമിനും സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. കറണ്ട് അഫെയർസ്, അതേപോലെ നിങ്ങൾക്കുള്ള GK തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, നോക്കാം. നമുക്ക് ആദ്യത്തെ ചോദ്യം, ഈ ചോദ്യം ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യമാണ്. രണ്ട് സ്റ്റേറ്റ്മെന്റാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ നോക്കിയേ. സ്റ്റേറ്റ്മെന്റ് ഒന്ന്, ബേസിക് സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് BSBDA ആർ ഡിസൈൻഡ് ഫോർ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ആൻഡ് കനോട്ട് ബി ഓപ്പൺഡ് വിത്ത് സീറോ ഓർ മിനിമം ബാലൻസ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തത്, കറണ്ട് അക്കൗണ്ട് സേവിംഗ് അക്കൗണ്ട് CASA കമ്പൈൻ ദി ഫീച്ചർ ഓഫ് കറണ്ട് ആൻഡ് സേവിംഗ് അക്കൗണ്ട്. ഇത് രണ്ടാണ് രണ്ട് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കിയാൽ, ദി ലൈറ്റ് ഓഫ് ദി അബോവ് സ്റ്റേറ്റ്മെന്റ് ചൂസ് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചുകൊണ്ട് താഴെ പറയുന്നവരെ ഏറ്റവും എന്താ പറയുക, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ചൂസ് ചെയ്യാനാണ് പറയുന്നത്. 4 ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താ, ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ കറക്റ്റ്, പിന്നെ ബോത്ത് ആർ ഇൻകറക്റ്റ്, ദെൻ ഒന്നാമത്തത് കറക്റ്റ്, രണ്ടാമത് ഇൻകറക്റ്റ്, പിന്നീട് ഒന്നാമത്തത് ഇൻകറക്റ്റ്, രണ്ടാമത്തത് കറക്റ്റ്. ഇതാണ് തന്നിരിക്കുന്നത്, ഓപ്ഷൻസ് തന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കുന്ന സമയത്ത് രണ്ട് സ്റ്റേറ്റ്മെന്റ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. രണ്ട് സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കുമ്പോൾ ആദ്യം തന്നെ BSBDA അക്കൗണ്ട് ആണ്. അപ്പൊ BSBDA അക്കൗണ്ട് തുടങ്ങുന്നത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്, അവിടെ സീറോ മിനിമം ബാലൻസ് ആണ് അവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് അല്ലേ. ഇതാണ് സീറോ മിനിമം ബാലൻസ് ആണ് അവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന കനോട്ട് ബി ഓപ്പൺ വിത്ത് സീറോ മിനിമം ബാലൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. ശരി, അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. CASA കമ്പൈൻ ദ ഫീച്ചർ ഓഫ് കറണ്ട് ആൻഡ് സേവിംഗ് അക്കൗണ്ട് അല്ലെ. ആ അക്കൗണ്ടിന്റെ പേരിന് എന്താണ്, കറണ്ട് അക്കൗണ്ട് സേവിംഗ് അക്കൗണ്ട് എന്നാണ്. എന്താണ്, കറണ്ട് അക്കൗണ്ട് സേവിംഗ് അക്കൗണ്ട്. അപ്പൊ കറണ്ട് അക്കൗണ്ട് സേവിംഗ് അക്കൗണ്ട് എന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ്, ഈ കറണ്ട് അക്കൗണ്ടിന്റെയും സേവിംഗ് അക്കൗണ്ടിന്റെ രണ്ടിന്റെയും ഫീച്ചേഴ്സ് ഒരുമിച്ച് ചേർന്നിട്ടാണ് എന്ത്, CASA അക്കൗണ്ട് വരുന്നത്. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ എന്താണ്, ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയുമാണ്. അപ്പൊ ഏതാ വരിക, യെസ്, അവിടെ D ആണ് ആൻസർ ആയിട്ട് വരിക അല്ലെ. ഏതാണ്, ഓപ്ഷൻ D ആണ് ആൻസർ ആയിട്ട് വരിക. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ പ്രതീക്ഷിക്കണം. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് നോക്കാം. അപ്പൊ ഏതാണ്, D ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അത് നോക്കിയേ. വിച്ച് സെക്ഷൻസ് ഓഫ് ദി RBI ആക്ട് പ്രൊവൈഡ് ദി റൈറ്റ് ടു ഇഷ്യൂ ബാങ്ക് നോട്ട് ആൻഡ് പ്രിസ്ക്രൈബ് ദി ഫോം ഓഫ് ദി നോട്ട്സ്. ഇതാണ് ഏത് സെക്ഷൻ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, സെക്ഷൻ 22, 25, സെക്ഷൻ 22, 24, 22, 23, 22, 26 ഏതായിരിക്കും വരിക. RBI പ്രൊവൈഡ് ചെയ്യുന്നു റൈറ്റ് ടു ഇഷ്യൂ ബാങ്ക് നോട്ട് ആൻഡ് പ്രിസ്ക്രൈബ് ദി ഫോം ഓഫ് ദി നോട്ട്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്, സെക്ഷൻ 22, 25 ആണ്. ഏതാണ്, സെക്ഷൻ 22, 25. സെക്ഷൻ 22ഉം 25 പ്രകാരമാണ്. ഓക്കെ, ശരി. അടുത്ത നോക്കിയേ. ഹൗ മെനി ബാങ്ക്സ് വേർ നാഷണലൈസ്ഡ് ഇൻ ദി ഇയർ 1980? 1980 എത്ര ബാങ്കുകളാണ് നാഷണലൈസേഷൻ ചെയ്തത്? ഇപ്പൊ നാഷണലൈസേഷൻ എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഒരു സെക്ഷൻ നമ്മൾ നോക്കണം അല്ലെ. ആദ്യത്തെ ഒരു സെക്ഷൻ നോക്കണം, അവിടെ എത്രത്തോളം ബാങ്കുകളാണ് അവിടെ നാഷണലൈസേഷൻ ചെയ്തത്. ഇന്ദിരാഗാന്ധി ഭരിക്കുന്ന സമയത്ത് അവിടെ ആദ്യം ചെയ്ത് 14 ബാങ്കുകളാണ് എന്ത് ചെയ്തത്, നാഷണലൈസേഷൻ ചെയ്തത് അല്ലെ. എത്രയാണ്, 14 ബാങ്കുകൾ. ആ 14 ബാങ്കുകൾക്ക് ശേഷം 14 ബാങ്കുകൾ അവിടെ നാഷണലൈസേഷൻ ചെയ്തതിനു ശേഷം പിന്നീട് രണ്ടാമത്തെ ഫേസ് എന്നോണം 1980 എന്ത് ചെയ്തു, യെസ്, അവിടെ 6 ബാങ്കുകളും കൂടി അവിടെ എന്ത് ചെയ്തു, നാഷണലൈസേഷൻ ചെയ്തു അല്ലെ. 6 ബാങ്കുകളും കൂടി അവിടെ നാഷണലൈസേഷൻ ചെയ്തു. അപ്പൊ ഏതാണ്, D ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഏതാണ് മക്കളെ, D ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ശരി. അടുത്ത ചോദ്യം നോക്കാം. അപ്പോൾ നമ്മളെ CSEBയുടെ പുതിയ ബാച്ച് അല്ലെ, CSEB എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ പുതിയ 2 ബാച്ചുകൾ നമ്മൾ ലോഞ്ച് ചെയ്യാണ്. ഒന്ന് 3 മന്ത് ബാച്ചും 6 മന്ത് ബാച്ചും അല്ലെ. 3 മന്ത് ബാച്ചിൽ നിങ്ങൾക്ക് അറിയാം
3 മാസത്തെ ഒരു കഠിന പ്രയത്നം കൊണ്ടാണ് അവിടെ എന്ത് ചെയ്യും നമ്മളെ എക്സാമിന് പ്രിപ്പറേഷൻ ചെയ്യുന്നത്. 6 months എന്ന് പറയുമ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതലും തുടങ്ങിയിട്ട് അല്ലേ, അതായത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങിയിട്ട് അവിടുന്ന് പതുക്കെ എന്താണ് ഉയർന്നു വരികയാണ്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ പഠിച്ച് അവിടെ കറക്റ്റായിട്ട് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് ഡിസ്കസ് ചെയ്ത് ഒരു ഹൈ ലെവലിലേക്ക് എത്തുന്ന രീതിയിലുള്ള ബാച്ചാണ് നമ്മളെ 6 month ബാച്ച്. അപ്പോൾ ഇവിടെ 3 month ബാച്ചും 6 month ബാച്ചും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് നല്ല, അതായത് കട്ട് ഓഫിന് മുകളിൽ മാർക്ക് കടന്നുകൊണ്ട് നല്ലൊരു ജോലി പ്രതീക്ഷിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നല്ലൊരു ജോലിക്ക് കയറാൻ പറ്റുന്ന, അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു ബാച്ചാണ് നമ്മൾ ഈ 2 ബാച്ച്. അപ്പോൾ ഈ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനും ബാച്ചിൽ ജോയിൻ ചെയ്യാൻ നമ്മുടെ ബോർഡ് നമ്പർ ഉണ്ട്, ഞാനൊന്ന് വായിക്കാം. 89 21 44 05 80 എന്നീ നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ശരി. അടുത്ത ചോദ്യം നോക്കാം. The banking ombudsman scheme was first introduced in India by the RBI in dash. അതായത് ബാങ്കിങ് ഒംബുഡ്സ്മാൻ സ്കീം നമുക്കറിയാം എന്തിനാണ് ബാങ്കിങ് ഒംബുഡ്സ്മാൻ അല്ലെ, അതിന്റെ ഒരു മോട്ടോ കാണും, 1 nation 1 ombudsman എന്നുള്ള മോട്ടോ മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഇവിടെ നമുക്കറിയാം ഈ ഒംബുഡ്സ്മാൻ സ്കീം എന്ന് വെച്ചാൽ അവിടെ എന്താണ്, ഒരു പരാതി പരിഹാരാർത്ഥം ആണ് അവിടെ എന്ത് ചെയ്തത്, ബാങ്കുമായി ബന്ധപ്പെട്ട ഒംബുഡ്സ്മാൻ എന്നത് അല്ലെ. അപ്പൊ ഈ ഒംബുഡ്സ്മാൻ സ്കീം ആദ്യം തുടങ്ങിയത് ഏത് വർഷമാണെന്നാണ് ചോദിക്കുന്നത്. നോക്കിയേ, 1968, 1992, 1995, 1998, 4 ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എപ്പോഴാണ് ഇവിടെ തുടങ്ങിയത്? 1995 അല്ലെ. എപ്പോഴാണ്? 1995 അല്ലെ. എപ്പോഴാണ്? 1995 ശരിക്കും ബാങ്കിങ് ഒംബുഡ്സ്മാൻ സ്കീം ആദ്യമായിട്ട് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, ശരി. നോക്കി, അടുത്ത ഒരു അസേഷൻ റീസൺ ചോദ്യം തന്നെയാണ്. അസേഷൻ റീസൺ നോക്കാം. അസേഷൻ പറഞ്ഞിരിക്കുന്നത് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ലീഡ് ബാങ്ക് സ്കീം ഈസ് ടു ഐഡന്റിഫൈ അൺബാങ്ക്ഡ് ആൻഡ് അണ്ടർ ബാങ്ക്ഡ് റീജൻ ഇൻ ദി ഡിസ്ട്രിക്ട്. അടുത്തത് റീസൺ, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു എൻഷുർ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഫ്രം ദി അബവ് അസേഷൻ ആൻഡ് റീസണിങ്. അസേഷൻ റീസണായി. അപ്പൊ ഇതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ് ചൂസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യത്തെ ചോദ്യം ചെയ്ത പോലെ തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ചോദ്യം തന്നെയാണ് ഏതാണ്ട് പറയുമ്പോൾ, പക്ഷെ ഇവിടെ സ്റ്റേറ്റ്മെന്റിന് പകരം എന്താണ്, അസേഷനും റീസണും ആണെന്നേ ഉള്ളൂ. അസേഷനും റീസണും. അപ്പൊ എന്താ അവിടെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്? ബോത്ത് അസേഷൻ ആൻഡ് റീസൺ ആൻഡ് ട്രൂ ആൻഡ് ആർ ഈസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. റീസൺ ഈസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേഷൻ. പിന്നീടോ ബോത്ത് ആർ ട്രൂ ബട്ട് ആർ ഈസ് നോട്ട് കറക്റ്റ് എക്സ്പ്ലനേഷൻ. പിന്നീടോ അസേഷൻ ട്രൂ, റീസൺ ഫാൾസ്. ദെൻ അസേഷൻ ഫാൾസ്, റീസൺ ട്രൂ. ഇതാണ് 4 ഓപ്ഷൻ. ഇവിടെ ഏതായിരിക്കും വരുന്നത്? ലീഡ് ബാങ്ക് സ്കീമായിട്ട് ബന്ധപ്പെട്ടാണ്. യെസ്, ഏതാണ്? ഇത് രണ്ടും എന്താണ്, ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. ഇത് രണ്ടും അവിടെ അസേഷനും റീസണും രണ്ടും എന്താണ്, ശരിയായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത് അല്ലെ. ശരി. അപ്പൊ അതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ ഏരിയയിൽ പ്രധാനമായിട്ടും പറയാനുള്ളത്. അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ, അതായത് MCQ ചോദ്യങ്ങൾ മാത്രമല്ലാതെ അസേഷനും സ്റ്റേറ്റ്മെന്റ് ടൈപ്പും ചോദ്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കുക. മാച്ച് ദ ഫോളോയിങ്, അതായത് നമ്മളെ ബാങ്കിങ്ങിന്റെ കാലഘട്ടത്തിൽ നമുക്ക് വരുമ്പോൾ ഒരുപാട് ബാങ്കുകളെ പറ്റി പഠിക്കാനുണ്ട്. ആ ബാങ്കുകളൊക്കെ ഓരോ വർഷവും, അതായത് അവരുമായി ബന്ധപ്പെട്ട വർഷങ്ങൾ മനസ്സിലാക്കി വെക്കുക. ആ സമയത്ത് ഉണ്ടാവുന്ന കമ്മിറ്റികളുണ്ട്, ആ കമ്മിറ്റികൾ മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇതൊക്കെ അസേഷൻ റീസൺ ആയിട്ടും സ്റ്റേറ്റ്മെന്റുകളായിട്ടും അതേപോലെ തന്നെ മാച്ച് ദ ഫോളോയിങ് എന്ന രീതിയിൽ വർഷങ്ങളും അല്ലെങ്കിൽ കമ്മിറ്റികളൊക്കെ ബന്ധപ്പെട്ട് തരാറുണ്ട്. അതൊക്കെ എന്ത് ചെയ്യുക, അതൊക്കെ പ്രോപ്പറായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. പിന്നീട് മനസ്സിലാക്കാൻ ടൈം ലൈൻ ആണ്. അതായത് ഒരു ബാങ്കിന്റെ, ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഇമ്പീരിയൽ ബാങ്ക് ആണെങ്കിലും അല്ല RBI ആണെങ്കിലും SBI ആണെങ്കിലും ഈ ബാങ്കൊക്കെ വന്നത് എങ്ങനെയാണ്, അതിന്റെ നാൾ വഴികൾ, ഓരോ വർഷവും ഉണ്ടായ മാറ്റങ്ങൾ, അത് നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. കാരണം ഇത് ചിലപ്പം ക്രോണോളജിക്കൽ ഓർഡറിൽ എഴുതാനും വേണ്ടി പറഞ്ഞേക്കാം. അപ്പൊ അത്തരത്തിൽ ഈ വർഷങ്ങളും കമ്മിറ്റികളൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നാഷണലൈസേഷൻ ചെയ്തത് എത്ര ബാങ്കുകൾ, അതിന്റെ വർഷം, അന്നത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു, അതിന്റെ ഫിനാൻഷ്യൽ മിനിസ്റ്റർ ആരായിരുന്നു, തുടങ്ങിയ കാര്യങ്ങളും ഏതൊക്കെ ബാങ്കുകളായിരുന്നു എന്നീ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ അതേപോലെ തന്നെ ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഹിസ്റ്ററി നല്ല രീതിയിൽ നമ്മളെ മനസ്സിലാക്കി വെക്കണം, വർഷങ്ങളടക്കം. എന്നാലും നല്ല മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ബാങ്കിങ് എന്ന ഏരിയയിൽ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അടുത്ത ദിവസം ഇനി പുതിയ ഓരോ ഏരിയകൾ MCQs ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ, നമ്മളെ പുതിയ CSEBക്ക് വേണ്ടിയുള്ള ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനും ബാച്ചിൽ ജോയിൻ ചെയ്യാനും നമ്മളെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താഴെ ഫ്രീ ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഫ്രീ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മളെ ഡെയിലി MCQ ആയിട്ടും അതേപോലെ ഓഡിയോസ് ആയിട്ടും നോട്ടുകളൊക്കെ നിങ്ങൾക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. കൂടാതെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജ് നമ്മൾ അവിടെ കൊടുക്കുന്നുണ്ട്, താഴെ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാം പേജിലൂടെ നിങ്ങൾക്ക് 1 minute 1 PYQ എന്ന രീതിയിൽ റീൽസും മറ്റു കാര്യങ്ങളും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. കൂടാതെ നമ്മളെ കോഴ്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡീറ്റെയിൽസോ മറ്റോ കാര്യങ്ങൾ അറിയാൻ വേണ്ടെങ്കിൽ
നമ്മൾ അവിടെ ഒരു ഗൂഗിൾ ഫോം ഫിൽ ചെയ്ത് വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഗൂഗിൾ ഫോം ത്രൂ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. ഇനി അടുത്ത ദിവസം മറ്റ് വീഡിയോസും അല്ലെങ്കിൽ മറ്റ് ചോദ്യങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. Download now. CC Learning app.